ഗുഡ് മോർണിംഗ്. ടൈം രാവിലെ 6:45. ഇന്ന് ഞാൻ കുറച്ച് ലേറ്റാണ്. പെട്ടെന്ന് കുറച്ച് വെള്ളം കുടിച്ച് ഓടിപ്പോയി കുളിച്ചു വന്നപ്പോഴേക്കും എൻ്റെ പാവ അമ്മ എൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ലേറ്റ് ആയതുകൊണ്ട്. പിന്നെ കുറച്ച് പ്രിപ്പറേഷൻസ് കോളേജിലേക്കുള്ളത് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് ഓസ്ട്രിയയുടെ ഒരു ഡ്രസ്സ് കൊറിയർ ചെയ്യാനുള്ളത് എടുത്തു. ടൈം 8:30. ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് കഴിച്ചു. അമ്മ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് ഓട്ടം. എനിക്ക് 2 ബസ് കയറണമായിരുന്നു. ഫസ്റ്റ് ബസ് കിട്ടിയത് വാഗൺ ട്രാജഡി പോലൊരു ബസ്സായിരുന്നു. എനിക്ക് കഷ്ടിച്ച് ഞാനൊരു സീറ്റ് ഒപ്പിച്ചു. അതിൽ നിന്ന് ഇറങ്ങി മഴയും ചളിയും പിളിയും ആകെ ദുരന്തമായിരുന്നു. സെക്കൻഡ് ബസ് കയറി കോളേജിലെത്തി. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മിസ്സാണിത്. ഞങ്ങളുടെ കോളേജിൽ ചെറിയൊരു വാട്ടർഫോളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പഞ്ച് ചെയ്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്തു. ഇനിയുള്ള സീക്വൻസ് ഒന്നും ഞാൻ ഇതിലധികം ആഡ് ചെയ്യുന്നില്ല. കോളേജാണല്ലോ, അതിൻ്റെ ക്ലാസ്സും പരിപാടികളും കുറച്ച് സ്ട്രെസ്സും വർക്കും ഡോക്യുമെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മുടെ കൊറിയർ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ ഫ്രഷായി എല്ലാ ബിസിനസ് അക്കൗണ്ട്സും നോക്കി. 3 ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ 3 സാരിയും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം പിന്നീട് എനിക്ക് കോളേജിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒരു 3-4 മണിക്കൂറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ PPTയും കാര്യങ്ങളൊക്കെ ചെയ്ത് റെഫർ ചെയ്ത് വെച്ചു. അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന എല്ലാ കാര്യങ്ങളും അമ്മയോട് ഷെയർ ചെയ്തു. എൻ്റെ മീൻ കുഞ്ഞുങ്ങളോട് സംസാരിച്ചു. അതിനുശേഷം ഞാനും അമ്മയും കൂടി ഡിന്നർ കഴിച്ചു. ചപ്പാത്തിയാണ് അമ്മ ഉണ്ടാക്കിയതെങ്കിൽ എനിക്ക് ഉച്ചത്തെ തക്കാളിച്ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അതങ്ങോട്ട് കഴിച്ചു. ദെൻ സ്കിൻ കെയർ, സ്കിന്ന് ഹെൽത്തി ആയിട്ടിരിക്കണമല്ലോ, അപ്പോൾ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു. നോക്കിയപ്പോൾ കുറച്ച് മിസ് കോളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീജിത്തും ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വിളിച്ച് സംസാരിച്ചു. ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി കുറച്ച് പാട്ടൊക്കെ കേട്ട് റീലൊക്കെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഞാൻ ഇന്നാണ് വളരെ കാലത്തിന് ശേഷം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ പറ്റിയത്. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ചും വർക്കും ഹെവി സ്ട്രെസ്സും ഷൂട്ടൊന്നും ഇല്ലാത്ത കാരണം അപ്ഡേഷൻസ് ഒന്നുമില്ല. എൻ്റെ സാരിയുടെ അപ്ഡേഷൻസ് ഒക്കെ പോയിട്ട് കുറേ ദിവസമായി, ടൈമില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ദിവസം പോകുന്നത്. ദെൻ എൻ്റെ മെയിൻ പരിപാടി പുസ്തകം. അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും വായിക്കാണ്ട് ഞാൻ കിടക്കാറില്ല. ദെൻ ഇതെൻ്റെ സീക്രട്ട് ബുക്കാണ്. ഇതിൽ എല്ലാ ദിവസവും നടക്കുന്ന ഇൻസിഡൻറ്റും എൻ്റെ ശത്രുക്കളുടെ പേരും അങ്ങനത്തെ എല്ലാ കോമഡികളും ഇതിലുണ്ടായിരിക്കും. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലെ അക്കൗണ്ട്സിൽ ഏതെങ്കിലും എൻക്വയറി എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുള്ളത് ജ്വല്ലറി അക്കൗണ്ട് ആണെങ്കിലും സാരി അക്കൗണ്ട് ആണെങ്കിലും ഒഫീഷ്യൽ അക്കൗണ്ട് ആണെങ്കിലും യൂട്യൂബ് അക്കൗണ്ട് ആണെങ്കിലും പിന്നെ നമ്മുടെ വാട്സപ്പിൽ വരുന്ന എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് ഉറങ്ങാൻ കിടന്നു. ഇതായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കേട്ടോ. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എന്ന്, അതുകൊണ്ട് കുറച്ച് ചില്ലായിരുന്നു.